എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ ഉണ്ണിയപ്പമാണ്. റവയും മൈദയും ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനായി 1/2 കിലോ റവയും 1/4 കിലോ മൈദയുമാണ് എടുത്തിട്ടുള്ളത്. ചേർക്കാൻ 2 ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട്. പാളയംകോടൻ പഴമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അധികം പഴം ചേർക്കണ്ട, ഉണ്ണിയപ്പം എണ്ണ കുടിക്കും, അതുകൊണ്ട് 2 എണ്ണം മതിയാകും. ഇത് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക. 4 കഷ്ണം ശർക്കര 1 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചെടുക്കുക. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം. ആദ്യം 1 നുള്ളു ഉപ്പ് ചേർത്ത് അതിലേക്ക് അടിച്ചു വെച്ച പഴവും ശർക്കര പാനിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ചേർക്കാനായി കുറച്ച് നാളികേരക്കൊത്തും കുറച്ച് എള്ള് എടുക്കുക. ഒരു പാൻ വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഇത് രണ്ടും വറുത്തെടുത്ത് മാവിലേക്ക് ചേർക്കുക. കുറച്ച് ഏലക്കായ എടുത്ത് പൊടിച്ച് ഇതോടൊപ്പം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഈ മാവിലേക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് കോരിയൊഴിക്കാവുന്ന പാകത്തിലോട്ട് മാവ് മാറ്റണം. ഇതിലേക്ക് നമ്മൾ സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് 4 മണിക്കൂർ മാവ് മാറ്റി വയ്ക്കുക. 4 മണിക്കൂറിന് ശേഷമുള്ള മാവാണിത്. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓരോ കുഴിയിലേക്കും കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ കുഴി നിറയത്തക്ക രീതിയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കലക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുക. വേവാനായി മീഡിയം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ബ്രൗൺ നിറമായതിനു ശേഷം ഉള്ളി വേവാനായി ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. ഉണ്ണിയപ്പത്തിൻ്റെ കളർ മാറിയിട്ടുണ്ട്, നമുക്കത് മറിച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തിയെടുത്ത് എണ്ണ പോയതിനു ശേഷം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.